ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു പാർലമെന്റിന്റെ കവാടത്തിൽ ഒരു പ്രതിഷേധം കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ, സാധാരണക്കാരൻ ഇതിനേക്കാൾ മര്യാദയ്ക്ക് പെരുമാറും. ഒരു മര്യാദ ഇല്ലാതെ ഒരു കേന്ദ്രമന്ത്രിയോട് പെരുമാറുകയാണ്. ഇദ്ദേഹത്തിനെല്ലാം ഭരണം ഏൽപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രീജിത്ത് പറഞ്ഞതാണ് കറക്റ്റ്. ഇതിനു മുമ്പേ ഗുലാം നബി ആസാദ് പറഞ്ഞു, പക്വതയില്ലാത്തൊരു കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഗുലാം നബി ആസാദ് സാറാണ്. കാരണം അദ്ദേഹം ഭരണഘടനാ പ്രോട്ടോക്കോൾ അനുസരിച്ച് കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ആ മന്ത്രി പാർലമെൻറ്റിനകത്തിലേക്ക് പോകുമ്പോൾ ഇതാ പഴയ എൻ്റെ വഞ്ചകൻ സുഹൃത്ത് വരുന്നു. ഒരു സാധാരണ നമ്മൾ ചാലി സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴോ എവിടെയെങ്കിലും പോലും സുഹൃത്തുക്കളെ കണ്ടാൽ ഒരു പണക്കമാണെങ്കിലും സ്മൈലെങ്കിലും കൊടുക്കും. ഇത് തീരെ ലോക്കൽ തരത്തിലുള്ള ലാംഗ്വേജുകൾ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പാർട്ടിയുടെ മുൻ പ്രസിഡൻറ്റ്, ഒരു കോൺഗ്രസിൻ്റെ വളരെ പാരമ്പര്യം അവകാശപ്പെടുന്ന തറവാട്ടിലെ പുതിയൊരു തലമുറക്കാരൻ, ഇത് അദ്ദേഹത്തിൻ്റെ പക്വതക്കുറവാണ്. ഇത് BJP-ക്കാർ മാത്രമല്ല പറയാറുള്ളത്. കോൺഗ്രസ്സിനകത്ത് തന്നെ അദ്ദേഹം സംസാരിക്കാനിരിക്കുമ്പോൾ നമ്മൾ പാർലമെൻറ്റിൻ്റെ സഭാ TV വീക്ഷിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകും. ഒറ്റ മെമ്പർമാർ അദ്ദേഹത്തിനൊരു ബഹുമാനം കൊടുക്കുന്നില്ല. പരസ്പരം സംസാരിക്കുക, തിരിച്ച് അദ്ദേഹം തിരിഞ്ഞ് കയ്യിലിരിക്കുന്ന കടലാസും വച്ചിട്ട് തന്നെ ശാന്തരാഘവൻ പറയുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള ക്വാളിറ്റി അദ്ദേഹം മികവ് പുലർത്തുവാൻ തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ടും പക്വതക്കുറവുള്ളൊരു ദേശീയ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുന്നത്. വിട്ടുകൊടുത്തിട്ടില്ല. അല്ല, ബിട്ടു നല്ല വിവരമുള്ള MBA-കാരനാണ് ബിട്ടു. മാസ്റ്ററിൽ 3-4 ഇതിൽ മാസ്റ്റർ എടുത്തിട്ടുള്ള വ്യക്തി. പാരമ്പര്യം കൊണ്ട് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര ചരിത്ര കുടുംബമുള്ള ആളാണ് അമൃത്സറിലെ. അച്ഛൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പക്വതയും രാജ്യസ്നേഹമൊന്നും പറഞ്ഞു കൊടുക്കണ്ട. വഞ്ചകൻ ഇതാ പോകുന്നു, രാജ്യവഞ്ചകൻ. ആരാ? ഇവിടുത്തെ എല്ലാ SSLC-ക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം രാജ്യവഞ്ചകൻ ആരെന്ന്. ഇവിടുത്തെ പ്രധാനമന്ത്രിയെയും ഇവിടുത്തെ ഭരണഘടനയെയും ഇവിടുത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തെ വിദേശത്ത് ഏത് വേദി കിട്ടിയാലും ഇദ്ദേഹം മോഡിയെ വിമർശിക്കുക. വളരെ മോശമായ വിമർശനം, തറ. മോദിയെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് നമുക്ക് തള്ളിക്കളയും. പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയാണ്. ഇദ്ദേഹത്തിന് ജനിച്ചപ്പോഴേ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചൊരു, എന്താ പറയാൻ, അതിനൊരു വാക്കില്ല, പപ്പു എന്ന് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. പയ്യനാണ്. ഇന്ത്യൻ കൾച്ചർ അറിഞ്ഞുകൂടാ. പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനവും എത്ര കേന്ദ്രഭരണ പ്രദേശം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പഠിച്ചതെല്ലാം വിദേശത്തും ഓക്സ്ഫോർഡും അവിടെ ഇവിടെയാണ്. കാരണം പേരപ്പൂപ്പൻ പ്രധാനമന്ത്രി, അമ്മുമ്മ പ്രധാനമന്ത്രി, അച്ഛൻ പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള കുടുംബത്തിലെ തൊടണനും തിരിയണേനും അപ്പിയിടുന്നതിനും എല്ലാം സ്റ്റാഫുകൾ കൊണ്ട് നിയന്ത്രിച്ച ഈ ഒരു രാഹുൽജിക്ക് ഇന്ത്യയിൽ എങ്ങനെ പെരുമാറ്റമെന്നുള്ളത് ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു ബിഹേവ്, ആതിഥ്യ മര്യാദ, ഓണറബിൾ, ഇത് പഠിപ്പിക്കുവാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ തോറ്റുപോയി. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം AICC-യുടെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഇവർ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ വഞ്ചകനെന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ചരിത്രം കുറച്ച് പിന്നിലോട്ട് പോകണം. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സത്വന്ത് സിംഗ് കോഗർ സിംഗ് ഗുരുദ്വാരയ്ക്കകത്ത് ബോട്ടിട്ടുകൊണ്ട് കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇന്ദിരാഗാന്ധിയെ, ആ മതവികാരം വ്രണപ്പെട്ടതുകൊണ്ട് സ്വന്തം അംഗരക്ഷകരാൽ മരണപ്പെട്ടത് ശ്രീമതി ഗാന്ധി. അത് കൊന്നത് പഞ്ചാബ്. അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ എന്തുമാത്രം സിഖുകാരെ കൊന്നു. അപ്പോൾ ഇവിടെ വഞ്ചകരാര എത്ര വളരെ BJP ഇതിനെ വലിയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. അവർ പറയുന്നത് പഞ്ചാബി ജനതയെ സിഖുകാരെ അപമാനിച്ചാണ്. അങ്ങനെ അപമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു സമുദായത്തെ, പഞ്ചാബ് സിഖുകാരൻ എന്നെ വഞ്ചിച്ച സിഖുകാരൻ എന്താ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തികച്ചും ഒരു സംസ്ഥാനത്തെ, ഇന്ത്യയുടെ ഗുരുനാനാക്ക് എന്ന് പറയുന്ന മതത്തെ
ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇവരാണ് ഇവിടെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഏത് പൊതുയോഗ സംസാരങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ വയനാട് നടന്നപ്പോഴും സ്നേഹത്തിൻ്റെ വ്യാപാരി ഞാനും മരണത്തിൻ്റെ വ്യാപാരി മോദി എന്നും പറഞ്ഞാണ് പ്രചരണം തുടങ്ങിയത് വയനാട്ടിൽ. ഇവിടെ ആരാ ഇപ്പം സ്നേഹം? ഏത് കൊച്ചു കുഞ്ഞുങ്ങളെയും താലോലിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ കാലിത്തൊട്ട് വന്നിച്ചപ്പോൾ തിരിച്ച് കാലിത്തൊട്ട് വന്നിച്ച് ഭാരത സംസ്കാരം ഉന്നതങ്ങളിലെത്തിച്ച നമ്മുടെ മാനനീയ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നമസ്തേ എന്ന് പറയുന്ന സംസ്കാരത്തെ ലോകരാഷ്ട്രത്തിൻ്റെ മുമ്പിൽ വിവിധ ലോകരാജ്യ നേതാക്കൾ നമസ്തേ പറയിപ്പിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈ ഒരു വാക്ക് നമസ്തേ, ഓരോ രാജ്യത്തിനും ഷേക്കൻഡ്, കൈകൊടുപ്പ്, വിരലുകൾ മുട്ട് തമ്മിലുള്ള ആതിഥ്യമര്യാദ, കുനിയുന്നു, ജപ്പാനിൽ തുടയോട് ചേർത്ത് കൈവച്ച് കുനിഞ്ഞ് നമസ്കരിക്കുന്നു. പക്ഷെ ഭാരതത്തിൻ്റെ നമസ്തേ എന്നുള്ള ഒരു വാക്ക് ലോകരാജ്യങ്ങളിൽ എത്തിച്ച ഭാരതീയ കൾച്ചർ, ആ പ്രധാനമന്ത്രിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിക്കാൻ ഇദ്ദേഹം ആരാ? എന്ത് മരണമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏകദേശം 14,000-ൽ പരം വരുന്ന സിഖുകാരെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുറത്ത് ഇവിടുത്തെ പാങ്ങോട് പട്ടാള ക്യാമ്പിലെ സിഖുകാർ ചാലയിൽ സാധനം വാങ്ങിക്കാൻ വന്നപ്പോൾ അടിച്ചു. അവരെ തലപ്പാവിനെ വലിച്ചുകീരി. ഒരു മതത്തെ അധിക്ഷേപിക്കുന്നതിനൊരു പരിധിയിൽ. ഇവരാണ് അയോധ്യയിൽ ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിനെയൊക്കെ വിമർശിക്കുന്നവർ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യാതൊരു പക്വതയുമില്ലാത്ത ഈ പ്രതിപക്ഷ നേതാവ് തുടരുകയാണ് എങ്കിൽ ഇനി ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഈ കോൺഗ്രസിന്റെ പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം? 100% ചുമതലയായിട്ട് എടുത്തതിനു ശേഷം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, 2014 19 24 വലിയ പരാജയമാണ്. അപ്പോൾ 24 വലിയ വിജയമെന്ന് അവർ അവകാശപ്പെടുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ വെറും 99 സീറ്റ്. അത് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ തന്നെ കാണും. AIC സമ്മേളനം നടക്കുമ്പം പേരിന് പ്രസിഡന്റ് ഖാർഗെയാണ്. ഖാർഗെജി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കസേര മാറ്റിയിട്ടിട്ട് ഇദ്ദേഹം ഇരിക്കുകയാണ്. പല യോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്കുകൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മൈക്കുകൾ വലിച്ചു നീക്കി വയ്ക്കുകയാണ്. പക്വതക്കുറവ് ആലോചിച്ച് നോക്കണം. പിന്നെ എന്തും ആരെയും പറയും എന്നുള്ളൊരു എന്തോ പുള്ളി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അധികാരം വേണം, കസേര വേണം, പ്രധാനമന്ത്രി കുടുംബം എന്നുള്ള നിലയിൽ പോകണം എന്നുള്ള ആ ഒരു എന്തോ അധികാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വളരെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടും ലോകരാജ്യങ്ങളിൽ മോഡിക്ക് വരുന്ന ആ ഒരു അതൃപ്തി ഇദ്ദേഹത്തിന് പാർലമെൻറ്റിൽ പ്രസംഗിക്കുവാൻ അവസരം കൊടുത്തില്ല എന്ന കോൺഗ്രസ്സുകാരുണ്ട്. എന്താണ്, എവിടെയൊക്കെ കറങ്ങും, പെട്ടെന്ന് 2 ദിവസം പാർലമെൻറ്റിൽ ഇരിക്കും, ബഹളങ്ങൾ കൂട്ടും, ഇറങ്ങിപ്പോകും. ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവ്. ക്രിയാത്മകമായ ചർച്ചകളിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം. നഖശികാന്തം ഭരണപക്ഷത്തെ എതിർക്കണം. എത്രയോ പ്രധാനമന്ത്രിമാരിവിടെ ഉണ്ടായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശ്രീമതി ഗാന്ധിയുടെ എല്ലാ ചെയ്തികളെയും അടൽജി വിമർശിച്ചിരുന്നു. പക്ഷേ ചൈനയുമായിട്ടൊരു തർക്കമോ ബഹളോ വരുമ്പോൾ അത് നല്ല രീതിയിൽ ചൈന ഗവൺമെൻറ്റിനെ ധരിപ്പിക്കാൻ യോഗ്യൻ അടൽജി ആയതുകൊണ്ട് ശ്രീമതി ഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയാണ് ചൈനയിൽ ചർച്ചയ്ക്ക് അയക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച നമ്മുടെ നാഗാലാൻഡോ മേഘാലയോ പ്രദേശം അവർ കൈയടക്കിയപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ട് ബെയ്ജിങ്ങിൽ ഇരുന്ന സമയത്ത് ലീപിങ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ 11 സൈനികരെ വെടിവെച്ചു കൊന്നു. അതിൽ എന്നെ വിളിച്ചു വരുത്തി എൻ്റെ രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഫയൽ വലിച്ചു കയറി ചൈനീസ് തിന്മേശയുടെ പുറത്തുകൂടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് ബെയ്ജിങ് വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹി വിമാനത്തിൽ വന്നിറങ്ങിയപ്പോൾ ആരാധ്യയായ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പോയി വെൽഡൻ എന്ന് പറഞ്ഞ് ഷാളിട്ട് ഡം വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ചു. അതാണ് പ്രതിപക്ഷ മര്യാദ, അതാണ് ഭരണപക്ഷ മര്യാദ. ഇന്ന് ഈ പയ്യൻ അതാണോ കാണിക്കുന്നത്? എത്രയോ എൻ്റെ കൂടെ പ്രവർത്തിച്ചു, വർക്ക് ചെയ്തു, വേറൊരു പാർട്ടിയിൽ പോയി, ശരി. പക്ഷേ ചതിയനെന്നോ വഞ്ചകനെന്നോ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ ഇരിക്കുകയാണെങ്കിൽ ഇനി ഇരിക്കുന്ന കർണാടകവും വാട്ടർലൂ ആവും, ഇനി ഇരിക്കുന്ന ഹിമാചൽ പ്രദേശും വാട്ടർലൂ ആവും. ഇനി 3 സംസ്ഥാനമായിട്ടൊക്കെ കോൺഗ്രസ്സിനുള്ളെന്ന് തോന്നുന്നു. തെലുങ്കാന
അപ്പോൾ ഇവിടെയെല്ലാം കോൺഗ്രസിൻ്റെ അധപതനത്തിന് കോൺഗ്രസിൻ്റെ തന്നെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് കാരണക്കാരൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.